ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങളെ ഏത് സ്ത്രീ ആണെങ്കിലും വിലയിരുത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. പുരുഷന്മാര് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മുമ്പിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോഴത്തേക്കും എല്ലാ പുരുഷന്മാരും അവളെ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അവളുടെ മുടി, ഹൈറ്റ്, നിറം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. ഇതേപോലെ തന്നെയാണ് സ്ത്രീകളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അത്യാവശ്യം എല്ലാ ബോയ്സിനെ അവർ നോക്കാറുണ്ട്, എന്നിട്ട് അവർ കമന്റും പറയാറുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ബോയ്സിനും വിചാരം ബോയ്സ് മാത്രമാണ് കമന്റ് പറയത്തുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാ ഗേൾസും കമന്റ് പറയാറുണ്ട്, പ്രത്യേകിച്ച് അവരൊരു കൂട്ടുമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ. ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ നിങ്ങൾ പുരുഷന്മാർക്ക് ഇരട്ട പേരുകൾ ഇടും. അതായത് നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ തുടങ്ങി പല കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പലർക്കും പല ഗേൾസും ഇങ്ങനെ ഇരട്ട പേരുകളൊക്കെ ഇട്ട് വിളിക്കാറുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും പൊതുവെ ബോയ്സിന് അത്രയ്ക്ക് പരിചയം ഉണ്ടാവത്തില്ല. ആ കാര്യം ഒക്കെ ആ ഒരു ഗേൾസിന്റെ ആ ഒരു ഗ്യാങ്ങിന്റെ അകത്ത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ നോക്കുന്നത് നിങ്ങളുടെ താടിയും മീശയാണ്. കാരണം ഗേൾസിനൊക്കെ പൊതുവെ ഭയങ്കര കട്ടി താടി അല്ലെങ്കിൽ പൊതുവെ കട്ടി മീശ ഇതൊക്കെ ഉള്ള ബോയ്സിനെ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ അവർ പറയും, ദാ ആ ചെക്കൻ എനിക്ക്, നീ അവനെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ, പക്ഷെ അവർ കാര്യമായിട്ട് നോക്കാറുമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ താടി അല്ലെങ്കിൽ നിങ്ങളുടെ മീശ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ നഖം തന്നെയാണ്. ഗേൾസിന് പൊതുവെ ഇങ്ങനെ ബോയ്സ് ഒരുപാട് നഖമൊക്കെ നീട്ടി വളർത്തുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു തമാശ പോലെയാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ മാക്സിമം അവർ നിങ്ങൾക്ക് ഒരു ഇരട്ടപ്പേര് ഇടുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ നഖം ഉണ്ടോ നോക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നഖമൊക്കെ നീട്ടി വളർത്തിയിട്ട് നടക്കുകയാണെങ്കിൽ അവർ പറയും, ആ കളിയങ്കാട്ട് നീലൻ പോകുന്നു, അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കളിയാക്കാറുമുണ്ട്. പൊതുവെ ഗേൾസിന് ഇങ്ങനെ നഖം ഒന്ന് നീട്ടി വളർത്തി നടക്കുന്ന ബോയ്സിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡ്രസ്സിങ് ആണ്. എല്ലാ ഗേൾസും പൊതുവെ ബോയ്സിനെ കാണുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് എന്ന്. ഗേൾസിന് പൊതുവെ ഇങ്ങനെ ഷർട്ടും മുണ്ടും ഇതൊക്കെയാണ് പൊതുവെ ഇഷ്ടമുള്ളത്. അല്ലാതെ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്നത് ഇഷ്ടമാണ്, എന്നിരുന്നാലും പൊതുവെ അവർക്ക് ഇഷ്ടം ഷർട്ടും മുണ്ടൊക്കെ ഉടുത്ത് നടക്കുന്ന ബോയ്സിനെയാണ്. അങ്ങനെയുള്ള ബോയ്സിനെയാണ് അവർ പെട്ടെന്ന് കാണുകയും പെട്ടെന്ന് തന്നെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല വീഡിയോസിൽ, വീണ്ടും പറയാണ്, ഷൂസ് ആണ്. നിങ്ങളുടെ കാല് എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. ഗേൾസ് പൊതുവെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കാല് എങ്ങനെയാണെന്നാണ്. അതായത് ഒരു മനുഷ്യന്റെ വൃത്തി എന്ന് പറയുന്നതിന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യന്റെ വൃത്തി എന്ന് പറയുന്നത് അവന്റെ കാലിൽ നോക്കിയാൽ അറിയാൻ പറ്റുമെന്നാണ് പറയാറ്. അതുകൊണ്ട് ഗേൾസ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കാല്, നിങ്ങളുടെ ഷൂസ് എങ്ങനെയാണ്, നിങ്ങൾ വൃത്തിയായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എന്ന്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗേൾസിന് പൊതുവെ ഇങ്ങനെ മുടിയൊക്കെ പരത്തി ചീകി വെക്കുന്ന ബോയ്സിന് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതായത് ചിലരുണ്ട് തല ഫുള്ളിങ്ങനെ ഓയിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മുടി ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പരത്തി തേച്ച് ഒട്ടിച്ചു വെക്കും. അതെല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും തന്നെ അത് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. മറിച്ച് നല്ല വൃത്തിയായിട്ട് ചീകിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ മുടിയൊക്കെ എണ്ണയൊക്കെ തേച്ച് ഭയങ്കരമായിട്ട് ഒട്ടിച്ച് വെച്ച് നടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള ഇരട്ടപ്പേരുകളൊക്കെ ആ ഒരു ഗ്രൂപ്പിലുള്ള ഗേൾസ് ഇടാറുമുണ്ട്. അതായത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഇപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 2-3 ഗേൾസ് ഒക്കെ ആണെങ്കിലും അവർ ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പം കോളേജിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഗേൾസ് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും എല്ലാ ഗേൾസും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മുടി എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെരുമാറ്റം തന്നെയാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നുള്ളത്. ചില ബോയ്സ് ഉണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ തലമുടിയിൽ ഇങ്ങനെ പിടിക്കും. 1-2 തവണയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ തലമുടി മാത്രം പിടിക്കുക, തലയിൽ ഇങ്ങനെ ചൊറിയുക. അതേപോലെ തന്നെ ചിലരുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെവിയിലൊക്കെ വിരലിടും. പിന്നെ ചിലരാണെങ്കിൽ ഇങ്ങനെ മൂക്കിലൊക്കെ പിടിക്കും. ഇതൊന്നും പൊതുവെ ഒരു ഗേൾസിനും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല.
അതുകൊണ്ട് പെരുമാറ്റത്തിൽ അവർ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, എങ്ങനെ നിന്നിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്. നിങ്ങളിങ്ങനെ ചെവിയിലൊക്കെ കൈയിടാറുണ്ടോ, അല്ലെങ്കിൽ മൂക്കിലൊക്കെ പിടിക്കാറുണ്ടോ, പല്ലിലൊക്കെ ചിലരുണ്ട് ഇങ്ങനെ പല്ലിലൊക്കെ കുത്തിക്കൊണ്ട് നിന്നിട്ട് സംസാരിക്കും. ഇതൊന്നും ഒരു ഗേൾസിനും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഉദാഹരണത്തിലേക്ക് പോകുവാണ്. ആ ഗ്രൂപ്പിലുള്ള ഗേൾസൊക്കെ നിങ്ങൾക്ക് ഇരട്ടപ്പേരൊക്കെ ഇടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനടക്കം എല്ലാ ഗേൾസും ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു 6 കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.